ഗുഡ് മോർണിംഗ്. സേ ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 7 മണി. 7 മണിയൊക്കെ കണ്ടിട്ട് ഞാൻ കുറച്ച് നാളായി. വളരെ വൈകി എഴുന്നേൽക്കുന്ന ഈ വെക്കേഷൻ തുടങ്ങി പിന്നെ ഏതൊരു വെക്കേഷൻ തുടങ്ങി പിന്നെ വൈകി എഴുന്നേൽക്കാനുള്ള വലിയൊരു പ്രവണതയുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായി വരുന്നു. അപ്പോൾ ഇനി നേരത്തെ എഴുന്നേറ്റേ പറ്റും. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ അതൊരു ശീലമാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് 6:30ക്കാണ് എഴുന്നേറ്റത്. 7 മണിയായപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ടെറസിൻ്റെ മുകളിൽ വന്ന് ഒന്ന് ഫ്രഷ് എയറൊക്കെ ശ്വസിച്ചൊന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. സോ വ്ളോഗിൻ്റെ കാര്യം നമ്മൾ പെട്ടെന്നുണ്ടാവുന്നൊരു മോട്ടിവേഷൻ്റെ പുറത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാതെ ടേക്ക് സ്മോൾ സ്റ്റെപ്സ്. നമ്മൾ ഓരോ ചെറിയ സ്റ്റെപ്പായിട്ട് അത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ശീലമായിട്ട് മാറും. അല്ലാതെ പെട്ടെന്നുണ്ടാവുന്നൊരു മോട്ടിവേഷൻ്റെ പുറത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യുമായിരിക്കും, 1-2 ദിവസം നമ്മളത് ചെയ്യുമായിരിക്കും. പിന്നെ ആ മോട്ടിവേഷൻ തീരുമ്പോൾ നമ്മൾ പിന്നെയും പഴയ സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ അതിലും നല്ലത് സ്മോൾ സ്റ്റെപ്സായിട്ട് തുടങ്ങാം. സോ ഞാൻ ഇപ്പോൾ ഈ വ്ളോഗും എടുത്ത് തുടങ്ങുന്നതും പെട്ടെന്ന് ഒരു തീരുമാനത്തിൻ്റെ പുറത്തല്ല. മിക്കപ്പോഴും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. പെട്ടെന്നൊരു മോട്ടിവേഷൻ്റെ പുറത്ത് ഡെയിലി വ്ളോഗ്സ് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി വയ്ക്കും, പിന്നെ അത് ചെയ്യാറില്ല. അപ്പോൾ ഇത്തവണ ഞാൻ 2-3 ദിവസമായിട്ട് ചെറിയ ക്ലിപ്സൊക്കെ എടുത്ത് ഇങ്ങനെ ആ ഒരു ശീലം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് പോകുന്നത്. സോ വെൽക്കം ടു അവർ വ്ളോഗ്. പറഞ്ഞേ. ഇന്നലെ നല്ല മഴയൊക്കെ പെയ്തിട്ട് എയറും പ്രകൃതിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. സോ നല്ലൊരു ഫ്രഷ് സ്റ്റാർട്ടിന് പറ്റിയൊരു ചുറ്റുപാടായി എന്നെ തല്ലുന്നോ നീ? അപ്പോൾ പറഞ്ഞു വന്നത് നല്ലൊരു തുടക്കത്തിന് പറ്റിയ ഒരു പ്രകൃതി. അതുകൊണ്ട് ഇന്ന് തന്നെ വീഡിയോസ് തുടങ്ങാമെന്ന് കരുതി. എടാ അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഏതിനെ എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ, വരാപ്പുഴയിൽ എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാണ്. ഇന്ന് എനിക്കൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിന് പോകാനുള്ളത് കൊണ്ട്, ഇവനെയും കൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ടും, പിന്നെ അവൻ കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് അവിടെ പോകണം. അവിടെ ചേച്ചിമാരല്ല, ചിറ്റമാർ, 2 ചിറ്റമാരുണ്ട്. ചിറ്റമാർ പാടത്തും പറമ്പിലൊക്കെ കൊണ്ട് നടക്കുന്നത് കാരണം അതിന് അവിടെ പോയി നിൽക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ്. ഞങ്ങളുടെ പോവാണ്. ഗുഡ് മോർണിംഗ്. ആണാ ടാറ്റാ. ഇങ്ങോട്ട് നോക്കി ബൈ പറയടാ. പോയിക്കോന്ന് അപ്പോൾ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ലിറ്ററലി ഗൈസ്. സോ ഇതാണ് ഗൈസ് എൻ്റെ ലുക്ക്. ഓക്കെ, സോ ഗൈസ് വേറെ ഒരു പണിയില്ല. ആൻഡ് ഗൈസ് ഇതാണ് ആച്ചൂട്ടി. ഗൈസ് ഇവരെല്ലാം 16 വയസ്സുള്ള കുട്ടികളാണ്. ഞാൻ മാത്രമാണ് ഇവരുടെ കൂട്ടത്തിൽ കള്ള. അങ്ങനെ ഞങ്ങൾ ഡാൻസ് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തെത്തി. അവിടെ വെയിറ്റ് ചെയ്യാണ് പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടിയിട്ട്.
ഞങ്ങളങ്ങനെ ഈവനിങ് ആയപ്പോൾ ഏതനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ്. പോണ വഴിക്ക് നല്ല ചൂട് പരിപ്പ് വടയും ചായയൊക്കെ കുടിച്ചിട്ടാട്ടോ പോയത്. ഇവനില്ല എന്ന് പറഞ്ഞോളെ ബാഗൊക്കെ പിടിച്ച് നിക്ക്. വന്നണ്ടാ ഇങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം കടന്നു പോയത്. ഫോൺ ഓഫായി പോയത് കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ